ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ സോഷ്യോളജിയുടെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ചാപ്റ്റർ 30 എടുക്കുന്നത്. ചാപ്റ്റർ 13 പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബൽസ്. അതായത് പട്ടികജാതിക്കാരുടെയും പട്ടികവർഗ്ഗക്കാരുടെയും പ്രശ്നങ്ങളെക്കുറിച്ചാണ് എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്കെല്ലാവർക്കും പൊതുവെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പട്ടികജാതിക്കാരും പട്ടികവർഗ്ഗക്കാരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് ഏറ്റവും താഴെക്കിടയിൽ കിടക്കുന്ന ആളുകളെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. സാമ്പത്തികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, പാർപ്പിടമില്ലാത്തവർ, അങ്ങനെയുള്ളവരൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ഇവരെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ആരാണ് പട്ടികജാതിക്കാർ അല്ലെ പട്ടികവർഗ്ഗക്കാരാരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അവരുടെ അവകാശങ്ങൾ, അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് വായിച്ച് നോക്കണം, ക്ലാസ്സൊക്കെ കേൾക്കണം, പിന്നെ നന്നായിട്ട് ആൻസറുകളൊക്കെ ചെയ്യണം. ഇവിടുന്ന് ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം ചോദിക്കുന്ന ഒരു ചാപ്റ്ററും കൂടെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: മെൻഷൻ ദ ആർട്ടിക്കിൾ ഓഫ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യ ദാറ്റ് ഡിക്ലെയർസ് അബോലിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റി എന്ന് വെച്ചാൽ തൊട്ടുകൂടായ്മ എന്നാണ് അർത്ഥം. അബോളിഷ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീക്കം ചെയ്യുക. അപ്പം തൊട്ടുകൂടായ്മ നിരോധിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഭരണഘടന പ്രഖ്യാപിച്ച വകുപ്പ് ഏതാണ്? തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിക്കൊണ്ടുള്ള വകുപ്പ് ഓർത്ത് വെക്കണം. ആർട്ടിക്കിൾ 17 ആർട്ടിക്കിൾ 17 വകുപ്പിലാണ് ഈ തൊട്ടുകൂടായ്മ നിരോധിച്ചത്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ പട്ടികജാതിക്കാർ എത്ര ശതമാനമാണ് ഉള്ളത്? ഇന്ത്യയിൽ, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ 15% പട്ടികജാതിക്കാരാണ് ഉള്ളത്. വാട്ട് പെർസെൻറ്റ് ടു എസ് ടി റെപ്രസെൻറ്റ് ഇൻ ഇന്ത്യ അവർ കൺട്രി? ഇന്ത്യയിലെ പട്ടികവർഗ്ഗക്കാർ എത്ര ശതമാനമാണ് ഉള്ളത്? വാട്ട് പെർസെൻറ്റ് ടു എസ് ടി റെപ്രസെൻറ്റ്? എസ് ടി ഉണ്ട്, SC ST എന്നൊക്കെ പറയത്തില്ല. അതുപോലെ ST 8% ഇന്ത്യയിൽ ഉള്ളത്. ഹൂ ഈസ് ഷെഡ്യൂൾഡ് കാസ്റ്റ്? ആരാണ് പട്ടികജാതിക്കാർ? പട്ടികജാതിക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്? അയിത്ത ജാതിക്കാർക്ക് സഹായങ്ങൾ നൽകുന്നതിന് സർക്കാർ 1935 ജാതിയുടെ ഒരു പട്ടിക തയ്യാറാക്കി. പട്ടികയിൽ 429 ജാതികളെ ഉൾപ്പെടുത്തി. അവരുടെ സംഖ്യ 5.35 കോടിയായിരുന്നു. പട്ടികയിൽ ഉൾപ്പെട്ട ജാതികൾ എന്ന അർത്ഥത്തിൽ അവർ പട്ടികജാതിക്കാർ എന്ന് വിളിക്കപ്പെടുന്നു. ആ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾ എന്ന അർത്ഥത്തിലാണ് അവർ പട്ടികജാതിക്കാരെന്ന് വിളിക്കപ്പെടുന്നത്. അതായത് അയിത്ത ജാതിക്കാർ. പണ്ട് കാലത്ത് ഇന്ത്യയിലാണെങ്കിൽ ഈ അയിത്തവും തൊട്ടുകൂടായ്മയൊക്കെ നിലനിന്നിരുന്നു. അപ്പോൾ അയിത്ത ജാതിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ പാവപ്പെട്ട ഒരു സ്ഥലമോ ഒന്നുമില്ലാത്തവർ, ജന്മിമാരുടെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നവർ, അവർ അധസ്കൃതരായിട്ട് അവരെ മാറ്റി നിർത്തിയിരുന്നവർ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ അയിത്ത ജാതിക്കാരെന്ന് പറയുന്നത്. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കണക്ക് നോക്കുകയും അതിനകത്ത് ഭരണഘടനയിൽ അവരെ പട്ടികപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് പട്ടികജാതിക്കാരെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായത്. റൈറ്റ് എ നോട്ട് ഓൺ അൺടച്ചബിലിറ്റി ഓഫേഴ്സ് ആക്ട് 1955. 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. എന്താണ് അൺടച്ചബിലിറ്റി? അതിനെക്കുറിച്ച് എഴുതാനായിട്ട് അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതുകയും ചെയ്യാവുന്നതാണ്. അൺടച്ചബിലിറ്റി ഓർത്ത് വെക്കുക. തൊട്ടുകൂടായ്മ. 1955 തൊട്ടുകൂടായ്മ എന്ന സാമൂഹ്യ പ്രശ്നത്തെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടന ഒരു നിയമം പാസ്സാക്കി. ഭരണഘടനയുടെ 17 വകുപ്പിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അൺടച്ചബിലിറ്റി എന്ന ഇത് തൊട്ടുകൂടായ്മ എന്ന ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനയിലെ 17 വകുപ്പിലാണ്. അത് മറക്കാതെ ഓർത്തു വെക്കുക. ഇത് പ്രകാരം തൊട്ടുകൂടായ്മ എന്നത് ശിക്ഷാർഹമായ ഒരു കുറ്റമായി പറയപ്പെടുന്നു. പണ്ട് കാലത്ത് ഈ തൊട്ടുകൂടായ്മ ഇങ്ങനെ നിലനിന്നിരുന്നു. അത് കഴിഞ്ഞ ശേഷം 1955 എത്തിയപ്പോഴത്തേന് ഈ തൊട്ടുകൂടായ്മയൊക്കെ നിർമ്മാർജ്ജനം ചെയ്തു. അത് 17 വകുപ്പിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ 17 വകുപ്പ് ലംഘിച്ചാൽ അതിന് കർശനമായ ശിക്ഷയും ലഭിക്കും. 17 വകുപ്പിൽ പറയുന്നതനുസരിച്ച് ജോലി സ്ഥലത്തോ പൊതുവിടങ്ങളിലോ ഭക്ഷണശാലയിലോ ആരാധനാലയങ്ങളിലോ യാത്രയിലോ ഒരു വ്യക്തിക്ക് ഭ്രഷ്ട് കൽപ്പിക്കുന്നത് ശിക്ഷാർഹമായ ഒരു കുറ്റമായി കരുതപ്പെടുന്നു. അതായത് പണ്ട് കാലത്ത് ഉന്നത ജാതിയിൽപ്പെട്ടവർ ഭക്ഷണം കഴിക്കുന്നിടത്ത് നിന്ന് താഴ്ന്ന ജാതിക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പാടുണ്ടായിരുന്നില്ല. അതുപോലെ താഴ്ന്ന ജാതിക്കാർക്ക് ഇങ്ങനെ ക്ലാസ്സിലൊന്നും വെള്ളം കൊടുക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല.
അങ്ങനെയൊക്കെ ഒത്തിരിയേറെ വിവേചനങ്ങൾ ഈ താഴ്ന്ന ജാതിക്കാരോട് ചെയ്തിരുന്നു. കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പാടില്ല, അങ്ങനെ വലിയ ആൾക്കാർ കുടിക്കുന്ന കുളത്തിൽ നിന്ന് ഈ താഴ്ന്ന ജാതിക്കാർ വെള്ളം കോരിക്കഴിഞ്ഞാൽ അത് അയിത്തമായിട്ട് കരുതിയിരുന്നു. പിന്നെ എന്നാണ് എല്ലാവർക്കും ആരാധന നടത്തുന്ന സ്ഥലത്ത് ഇവർക്ക് ആരാധിക്കാൻ പോകാൻ പറ്റിയല്ല, താഴ്ന്ന ജാതിക്കാർക്ക് ആരാധന നടത്താൻ പറ്റാത്ത സ്ഥലം എല്ലാ ക്ഷേത്രങ്ങളിലും താഴ്ന്ന ജാതിക്കാരെ കയറ്റിയിരുന്നില്ല. അതുപോലെ ജോലി സ്ഥലത്താണെങ്കിലും വിവേചനം കാണിച്ചിരുന്നു. ഇവരെ കൊണ്ട് കഠിനമായ ജോലികളൊക്കെ ചെയ്യിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള ഒത്തിരിയേറെ ഭ്രഷ്ടുകൾ, അങ്ങനെ ഒത്തിരി ഭ്രഷ്ട് എന്ന് വെച്ചാൽ വിലക്ക് എന്നാണ് അർത്ഥം. അങ്ങനെ ഒത്തിരിയേറെ ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നു. ഇത് ശിക്ഷാർഹമായ ഒരു കുറ്റമായി കണക്കാക്കപ്പെടുന്നു. ഇന്നിപ്പോൾ ഇങ്ങനെയെങ്ങാനും കാണിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം ശിക്ഷാർഹമായിട്ടുള്ളൊരു കുറ്റമാണ്. പണ്ട് കാലത്ത് ഇന്ത്യയിലെ ചില ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ നേരിട്ടിരുന്ന സാമൂഹ്യ വിവേചനമായിരുന്നു ഈ തൊട്ടുകൂടായ്മ. പണ്ട് കാലത്ത് അത്രയൊന്നും ഓർത്ത് വെക്കാമല്ലോ നിങ്ങൾക്ക്. പണ്ട് കാലത്ത് ഇന്ത്യയിലെ ഒരു വിഭാഗം ആളുകൾ അനുഭവിച്ചിരുന്ന സാമൂഹ്യ വിവേചനമായിരുന്നിത്. 17-ാം നൂറ്റാണ്ടിൽ പറയുന്നതനുസരിച്ച് 17-ാം വകുപ്പ് അനുസരിച്ച്, 17-ാം വകുപ്പിനകത്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് അല്ലേ, തൊട്ടുകൂടായ്മ കുറ്റകരമായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 17-ാം വകുപ്പ് അനുസരിച്ച് തൊട്ടുകൂടായ്മ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് 1 മാസം തൊട്ട് 6 മാസം വരെ തടവും, ആദ്യ തവണ 100 മുതൽ 500 വരെ പിഴയും ചുമത്തുന്നു. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ താഴ്ന്ന ജാതിക്കാരാണെന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കാനോ അവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് 1 മാസം മുതൽ 6 മാസം വരെ തടവിനുള്ള വകുപ്പാകും. അതുപോലെ തന്നെ 100 രൂപ മുതൽ 500 രൂപ വരെ പിഴയും ചുമത്തപ്പെടുന്നു. 2 തവണ ഇത് ആവർത്തിച്ചാൽ 200 മുതൽ 500 വരെയും, 3 തവണ ഇത് ആവർത്തിച്ചാൽ 200 മുതൽ 1000 വരെയും പിഴ ചുമത്തുന്നതാണ്. തൊട്ടുകൂടായ്മ തടയാൻ എല്ലാത്തരം നിരോധന മാർഗങ്ങളും നിയമപരമായി ഉണ്ടെങ്കിലും പോലും ചിലയിടങ്ങളിൽ, പ്രത്യേകിച്ച് ചില ഗ്രാമങ്ങളിൽ ഇന്നും ഇത് തുടർന്നു പോരുന്നു. ഇന്നും ഇത് ചില ഗ്രാമങ്ങളിലാണേൽ തുടർന്ന് പോരുന്ന ഒരു പ്രക്രിയയാണ്. നമ്മുടെ ഇവിടങ്ങളിലൊക്കെ തൊട്ടുകൂടായ്മ നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ചില ഇടങ്ങളിൽ, ബീഹാർ, അങ്ങനെ ഒറീസ, അങ്ങനെയൊക്കെയുള്ള ചില പ്രദേശങ്ങളിൽ, സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കുഗ്രാമങ്ങളിലുമൊക്കെ ഇന്നും ഇതൊക്കെ തുടർന്ന് പോകുന്നുണ്ട്. അടുത്തത് നോക്കിക്കേ, എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യനാണ്, എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങൾ വിവരിക്കുക. പട്ടികജാതിക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിൽ അതെന്തൊക്കെയാണ്? പട്ടികജാതിക്കാരുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ സാമൂഹ്യപരമായ പ്രശ്നം, മതപരമായ പ്രശ്നം, വിദ്യാഭ്യാസപരമായ പ്രശ്നം, സാമ്പത്തികപരമായ പ്രശ്നം, രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ. ഇത്രയുമാണ് പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങൾ. ക്ലിയർ ആയല്ലോ? ഒക്കെ സാമൂഹ്യപരമായ പ്രശ്നങ്ങളുണ്ട്. അതായത് സാമൂഹ്യപരമായ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതാം. ജാതി ശ്രേണിയിൽ പട്ടികജാതിക്കാർക്ക് അയിത്തം കൽപ്പിച്ചിരുന്നു. സമൂഹത്തിലേക്ക് വരാനുള്ള ഇതുണ്ടായിരുന്നില്ല. ഒരു ജാതിക്കാരനുമായി നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ഒഴിവാക്കുന്ന ആചാരമാണ് അയിത്താചരണം. അയിത്തജാതിക്കാർക്ക് പൊതുസ്ഥലങ്ങളിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. പൊതുജല സംരംഭങ്ങളിൽ നിന്ന് വെള്ളമെടുക്കാനൊക്കെ അവരെ നിരോധിച്ചിരുന്നു. പിന്നെ ഹോട്ടലുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ പ്രവേശനവും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. താഴ്ന്ന ജാതിക്കാർ, അതാണ് സാമൂഹ്യപരമായ പ്രശ്നം എന്ന് പറയുന്നത്. താഴ്ന്ന ജാതിയിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ പോകാനോ പഠിക്കാനോ ഉള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. പിന്നെ അവർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. റോഡിലൂടെ നടക്കാനായിട്ട് അവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ്, എല്ലാവരും നടന്നു പോകുന്ന റോഡിലൂടെ ഈ താഴ്ന്ന ജാതിക്കാർക്ക് നടന്നു പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് സാമൂഹ്യപരമായ പ്രശ്നം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തുകൊണ്ട് മതപരമായ പ്രശ്നങ്ങൾ. മതപരമായ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പട്ടികജാതിക്കാരുടെ മതപരമായ അവശതകൾ ഇന്നും തുടരുന്നു. പല സ്ഥലത്തും പട്ടികജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ല. മറ്റ് ജാതിക്കാർക്ക് നൽകാറുള്ള പൗരോഹിത്യ സേവനം കൂടാത്തവർക്ക് നൽകാൻ ബ്രാഹ്മണർ ഇന്നും തയ്യാറാകുന്നില്ല. അതായത് പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇന്നും ഈ താഴ്ന്ന ജാതിക്കാരെ വിലക്കിയിരിക്കുന്നു. ബ്രാഹ്മണർക്കാണ് അതൊക്കെ ചെയ്യാനുള്ള അധികാരമായിട്ട് ഇന്നും കൊടുത്തിരിക്കുന്നത്. പിന്നെ അയിത്തജാതിക്കാർക്ക് ശ്മശാനങ്ങളില്ലായിരുന്നു. അയിത്തജാതിക്കാരെ അടക്കം ചെയ്യാനായിട്ട് പൊതു ശ്മശാനങ്ങളിലൊന്നും അവരെ അടക്കിയിരുന്നില്ല. പുണ്യനദികളിൽ സ്നാനം ചെയ്യാൻ അവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. മതകർമ്മങ്ങളിലൊക്കെ അവർക്ക് പങ്കെടുക്കുന്നതിൽ നിന്നൊക്കെ അവരെ ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്നു. അടുത്തത് വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങൾ. പ്രാചീന കാലം തൊട്ടേ അയിത്തജാതിക്കാർക്ക് വിദ്യാഭ്യാസം വിലക്കപ്പെട്ടിരുന്നു. പൊതു സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവർക്ക് നിഷേധിക്കപ്പെട്ടു. അയിത്തജാതിക്കാരുടെ കുട്ടികളെ ഉയർന്ന ജാതിക്കാരുടെ കുട്ടികളുമായി ഇടപെടാൻ അനുവദിച്ചിരുന്നില്ല. വലിയ വലിയ ആൾക്കാരുടെ, ബ്രാഹ്മണരുടെയും നായന്മാരുടെയൊക്കെ മക്കളുടെ കൂടെ ഇരുത്തി പഠിപ്പിക്കാനായിട്ട് ഈ അയിത്തജാതിക്കാരുടെ കുട്ടികളെ അനുവദിച്ചിരുന്നില്ല. സംസ്കൃത പഠനം തന്നെ അവർക്ക് നിഷേധിച്ചിരുന്നു. വലിയ വേദവിധികളും കാര്യങ്ങളും എല്ലാം പഠിക്കുന്നത് സംസ്കൃതത്തിലൂടെയാണ്. അപ്പോൾ സംസ്കൃതം ഇവരെ പഠിപ്പിച്ചിരുന്നേയില്ല. ഏതെങ്കിലും വിധത്തിൽ ഒരു ജാതിക്കാരനെ പഠിക്കാൻ അനുവദിച്ചാൽ തന്നെ ക്ലാസ് മുറിക്ക് പുറത്ത് നിന്ന് വേണം പഠിക്കാനായിട്ട്. ഇനി അയിത്തജാതിക്കാർ പഠിച്ചിരുന്നെങ്കിൽ അവരെങ്ങനെയാണ് ക്ലാസ്സിന് പുറത്ത് നിന്ന് കേട്ട് പഠിച്ച് മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളാണ് ഉള്ളത്.
അല്ലാതെ അവരെ സ്കൂളിനകത്തേക്ക് പഠിപ്പിച്ചിരുന്നില്ല. അടുത്തത് നോക്കിയാൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ. പട്ടികജാതിക്കാരുടെ തൊഴിലുകൾ ഏറ്റവും താഴ്ന്ന തരത്തിലുള്ളതാണ്. ജാതിയുടെ സാമൂഹ്യ ശ്രേണി കണക്കാക്കപ്പെട്ടിരുന്നത് പട്ടികജാതിക്കാരെ ഏറ്റവും താഴ്ന്ന നിലയിൽ കണ്ടിരുന്നതുകൊണ്ട് ജാതിയുടെ സാമൂഹ്യ ശ്രേണിയിൽ അവർ ഏറ്റവും താഴ്ന്ന ഇടയിലായിരുന്നു. അവർ ചെയ്തിരുന്ന ജോലികൾക്ക് അന്തസ്സോ കാര്യമായ വേതനമോ ഉണ്ടായിരുന്നില്ല. അവരിൽ ചിലർക്ക് മാത്രമേ എന്തെങ്കിലും സ്വത്ത് കൈവശമായി ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഭൂരിപക്ഷം പട്ടികജാതിക്കാരും ഭൂരഹിതരാണ്. പട്ടികജാതിക്കാർക്ക് ഭൂമി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന തൊഴിലുകളൊക്കെ ആണെങ്കിലും താഴെക്കിടയിലുള്ളതായിരുന്നു. ഇനി രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ. അയിത്ത ജാതിക്കാർ രാഷ്ട്രീയപരമായ നിരവധി അവശതകൾ അനുഭവിക്കുന്നുണ്ട്. പട്ടികജാതിക്കാർക്ക് ഔദ്യോഗികമായ സ്ഥാനങ്ങൾ വഹിക്കാനോ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുക്കുവാനോ കഴിവില്ല എന്ന ഉറച്ച ധാരണ നിലവിലുണ്ട്. ഹിന്ദുമതത്തിലെ മറ്റു ജാതികളെ അപേക്ഷിച്ച് സർക്കാർ ജോലികളിലും രാഷ്ട്രീയ പാർട്ടികളിലും മറ്റും ഭരണസമിതികളിലും അംഗസംഖ്യ കുറവാണ്. ഇവയൊക്കെയാണ് പട്ടികജാതിക്കാരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. പട്ടികജാതിക്കാരുടെ ഭരണഘടനാ വ്യവസ്ഥകളെക്കുറിച്ച് വിവരിക്കുക. 14-ാം വകുപ്പ് നിയമതുല്യത ഉറപ്പു നൽകുന്നു. രാജ്യത്തിലെ എല്ലാ പൗരന്മാരും നിയമത്തിനു മുമ്പിൽ തുല്യരാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പം 14-ാമത്തെ വകുപ്പ് അനുസരിച്ച് രാജ്യത്തുള്ള എല്ലാ പൗരന്മാരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. അപ്പം പട്ടികജാതിക്കാരുടെ ഭരണഘടനാപരമായ വ്യവസ്ഥകളെക്കുറിച്ച് വിവരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആണെങ്കിലും. അപ്പോൾ അതിനകത്ത് പറയുന്നതാണ്, നമ്മുടെ 14-ാമത്തെ അനുച്ഛേദത്തിനകത്തും പറയുന്നുണ്ട് എന്താ നിയമപരമായ തുല്യത. അടുത്തത് 14-ാം വകുപ്പിനകത്താണ് നിയമപരമായ തുല്യതയെക്കുറിച്ച് പറയുന്നത്. പിന്നെ 14-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് മതം, ജാതി, വംശം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ വിവേചനം കാണിക്കുന്നത് 15-ാം അനുച്ഛേദനം വിലക്കിയിരിക്കുന്നു. പിന്നെ 16-ാം അനുച്ഛേദനം സർക്കാർ സർവീസിലും ഗവൺമെൻറ് ജോലിയിലും എല്ലാവർക്കും തുല്യ അവസരമായിരിക്കുമെന്ന് 16-ാമത്തെ അനുച്ഛേദനത്തിൽ പറയുന്നു. 14-ാം അനുച്ഛേദനം പറയുന്നത് എന്താണ്? നിയമപരമായ തുല്യത. 15-ാം അനുച്ഛേദനത്തിനകത്ത് പറയുന്നത് ഒരു കാരണവശാലും ആർക്കും വിവേചനം കാണിക്കാൻ പാടില്ല. അതായത് ജനിച്ച സ്ഥലത്തിൻ്റെ പേരിലോ അല്ല മതത്തിൻ്റെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ ഒന്നും ആരെയും മാറ്റി നിർത്താനായിട്ട് പാടില്ല. അടുത്തത് 16-ാം അനുച്ഛേദനം സർക്കാർ സർവീസിലും ഗവൺമെൻറ് ജോലികൾക്കും എല്ലാവർക്കും തുല്യ അവസരമായിരിക്കും. സർക്കാർ സർവീസിലും ഗവൺമെൻറ് ജോലികൾക്കും എല്ലാം എല്ലാവർക്കും തുല്യ അവസരമായിരിക്കും. പിന്നെ 17-ാം അനുച്ഛേദനത്തിലൂടെ അയിത്തം നിരോധിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ച അയിത്ത ആചരണം നിരോധിച്ചിരിക്കുന്നതാണ് 17-ാമത്തെ വകുപ്പ് എന്ന് പറയുന്നത്. ഇത് തെറ്റിക്കുന്നവർക്ക് കർശനമായ ശിക്ഷയും ഉണ്ടായിരിക്കും. 330, 332 അനുച്ഛേദനങ്ങൾ ലോകസഭയിലേക്കും നിയമസഭയിലേക്കും ഓരോ സംസ്ഥാനവും അവിടെയുള്ള പിന്നോക്ക ജാതിക്കാരുടെ അംഗസംഖ്യയ്ക്ക് അനുപാതമായ സീറ്റുകൾ സംവരണം ചെയ്യണമെന്നുള്ളതാണ്. അതിൽ ലോകസഭ മത്സരത്തിനും എല്ലാം പട്ടികജാതിക്കാരെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് അനുച്ഛേദനം. അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഹൂ ആർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ആരാണ് പട്ടികവർഗക്കാർ? പട്ടികജാതിക്കാരുമുണ്ട്, പട്ടികവർഗക്കാരുമുണ്ട്. ആരാണ് പട്ടികവർഗക്കാർ? പൊതുവായൊരു മേഖലയിൽ അധിവസിക്കുകയും പൊതുവായൊരു ഭാഷ സംസാരിക്കുകയും പൊതുവായൊരു സംസ്കാരം പുലർത്തുകയും ചെയ്യുന്ന നിരക്ഷരരായ തദ്ദേശീയരുടെ സഞ്ചയമായ ഒരു ഗോത്രമാണ് ഈ ഗോത്രം വർഗ്ഗക്കാർ. അതായത് പൊതുവായൊരു ഭാഷ സംസാരിക്കുന്നു, അവർക്ക് പൊതുവായൊരു സംസ്കാരം ഉണ്ടായിരിക്കും, പൊതുവായൊരു രീതികളും ഭാഷാ രീതികളും സംസ്കാരങ്ങളും എല്ലാം പുലർത്തുന്ന ആളുകളെയാണ് അവർ നിരക്ഷരരുമായിരിക്കും. അവർക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിവുണ്ടായിരിക്കുകയില്ല. ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ പട്ടികവർഗ്ഗക്കാർ എന്ന് പറയുന്നത്. ഡിഫൈൻ ഒഫീഷ്യൽ ഡെഫിഷൻ, അതായത് ഔദ്യോഗിക നിർവചനം എന്നാലെന്ത്? ഡിഫൈൻ ഒഫീഷ്യൽ ഡെഫിനിഷൻ, അതായത് ഗോത്രങ്ങൾ അല്ലെങ്കിൽ ഗോത്ര സമുദായങ്ങൾ അല്ലെങ്കിൽ അത്തരം ഗോത്രങ്ങളുടെ അല്ലെങ്കിൽ ഗോത്ര സമുദായത്തിൻ്റെ വിഭാഗങ്ങളോ അതുപോലെ 342-ാം അനുച്ഛേദന പ്രകാരം ഭരണഘടന അനുസൃതമായി പട്ടികവർഗ്ഗക്കാരായി പരിഗണിക്കപ്പെടുന്നവരോ അവരെയെല്ലാം ഗോത്രവർഗ്ഗക്കാരായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. നമ്മൾ ഷെഡ്യൂൾഡ് ട്രൈബ് ആരാണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആരാണ്, ഇതാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഇനി അടുത്ത 10-ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് നന്നായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബ്. ഗോത്രവർഗ്ഗത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഗോത്രവർഗ്ഗക്കാർക്കുള്ള സവിശേഷത പരീക്ഷയ്ക്ക് ചോദിക്കാൻ 2 മാർക്കിൻ്റെയൊക്കെ ആയിട്ട് ചോദിക്കാം. ഐക്യരൂപമുള്ള വംശീയ വിഭാഗം, പൊതുവായൊരു ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ചറിയാവുന്ന വ്യക്തിത്വം, പ്രാകൃതമായ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നു, ഭാഷയ്ക്ക് ലിപിയില്ല, ഒരു പ്രത്യേക മേഖലയിൽ അധിവസിക്കുന്നു, വൈദഗ്ധ്യ തൊഴിൽ വിഭാഗത്തിൻ്റെ അഭാവം,
വ്യക്തമായി നിർവചിക്കപ്പെട്ട രാഷ്ട്രീയ അതിർത്തികളുമുണ്ട്. ഇതൊക്കെയാണ് ഗോത്രവർഗ്ഗക്കാരുടെ സവിശേഷതകൾ. അടുത്ത ക്വസ്റ്റ്യൻ, പട്ടികവർഗ്ഗക്കാരുടെ പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ലിസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ലിസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്. പട്ടികജാതിക്കാരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടുത്തൽ മൂലമുള്ള പ്രശ്നങ്ങളുണ്ട്, സാംസ്കാരിക പ്രശ്നങ്ങളുണ്ട്, സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്, പിന്നെ ഇവർ നിരക്ഷരരായിരിക്കും, ആരോഗ്യവും പോഷകാഹാരക്കുറവും ഇവർക്ക് അനുഭവപ്പെടാറുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങളും പോഷകാഹാരക്കുറവുകളും ഒക്കെ ഇവർക്ക് അനുഭവപ്പെടുന്നു. പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ദാരിദ്ര്യവും കടബാധ്യതയും, ഭൂമി കുടിയൊഴിപ്പിക്കൽ, സ്ഥിരമായ വിപണിയുടെ അഭാവം, തൊഴിലില്ലായ്മയും ജോലി സ്ഥിരതയില്ലായ്മയും, ബാങ്കിങ് സൗകര്യങ്ങളുടെ അപര്യാപ്തത, മതപരമായ പ്രശ്നങ്ങൾ. ഇത്രയും പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ അനുഭവിക്കുന്ന പട്ടികവർഗ്ഗക്കാരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പട്ടികവർഗ്ഗക്കാരുടെ ആദ്യത്തെ പ്രശ്നം? എന്താണ്? ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടുത്തൽ. ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാർ മറ്റു വിഭാഗങ്ങളിൽ നിന്ന് ഏറെക്കുറെ ഒറ്റപ്പെട്ടാണ് കഴിയുന്നത്. ഈ ഗോത്രവർഗ്ഗക്കാർ, ഈ പട്ടികവർഗ്ഗക്കാരെന്ന് പറയുന്നവർ, പട്ടികജാതിക്കാരെ നമുക്ക് നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും കാണാൻ സാധിക്കും. പക്ഷേ പട്ടികവർഗ്ഗക്കാർ അവരാണ് എപ്പോഴും ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. അവർ ഗോത്രങ്ങളായിട്ട് താമസിക്കുന്ന, അവർക്ക് എഴുത്തും വായനയൊന്നും വലിയ വശമൊന്നും ഇല്ല. അവർക്ക് അവരുടേതായ ഭാഷകളോ, അവർ കാടുകളിലാണ് കൂടുതലും അധിവസിക്കുന്നത്. അതൊക്കെയാണ് ഈ പട്ടികജാതിക്കാരും പട്ടികവർഗ്ഗക്കാരും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായല്ലോ? പട്ടികജാതിക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലൊക്കെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നവരാണ്. അവർ നമ്മുടെ എല്ലാ ഭാഗത്തിലും ഈ പട്ടികജാതിക്കാരുണ്ട്. അതേസമയമാണെങ്കിൽ ഇവർ പട്ടികവർഗ്ഗക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാടുകളിലായിരിക്കും കൂടുതലും അധിവസിക്കുന്നത്. അവരൊരു തരം ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർക്ക് പ്രത്യേക ഭാഷകളും പ്രത്യേക സംസ്കാരങ്ങളും പ്രത്യേക രീതികളും ആചാരങ്ങളും എല്ലാം ഉണ്ട്. ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാർ മറ്റു വിഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. ഗോത്രങ്ങൾ താമസിക്കുന്നത് കാടുകളും കൊടും കാടുകളിലും പിന്നെ അതുപോലെ തന്നെ ചെങ്കുത്തായ താഴ്വരകൾ, മലകൾ, പർവ്വതനിരകൾ എന്നിവിടങ്ങളിലൊക്കെയാണ്. ഇവരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ച് വിടാനൊന്നും പറ്റിയില്ല. ഇവർ അവിടെ നിന്ന് മാറത്തുമില്ല, നമ്മളുമായിട്ട് ഇടപെടാനായിട്ട് ഇറങ്ങി വരികയുമില്ല. അങ്ങനെ ഒരു വിഭാഗക്കാരാണ് ഈ പട്ടികവർഗ്ഗക്കാരെന്ന് പറയുന്നത്. പിന്നെ സാംസ്കാരികമായ പ്രശ്നങ്ങൾ. ഗോത്രവർഗ്ഗ സംസ്കാരം ഗോത്രേതര ജനങ്ങളുടെ സംസ്കാരങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. ഗോത്രവർഗ്ഗക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ തുടങ്ങിയവ ഗോത്രതര ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു. നമുക്കൊന്നും അവരുടെ വിശ്വാസങ്ങളും രീതികളും അവരുടെ ആചാരങ്ങളും ഒന്നും മനസ്സിലാക്കാൻ കഴിയുകയില്ല. അവർ പ്രത്യേക ഒരു തരത്തിലുള്ള രീതികളും ആചാരങ്ങളും ഒക്കെയാണ് അവർക്കുള്ളത്. അവർ സാധാരണ മനുഷ്യരുമായിട്ട് ഒരു തരത്തിലും അവരെ ഇടപെടുത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. ഇനി സാമൂഹ്യ പ്രശ്നങ്ങൾ. ഗോത്രങ്ങൾക്ക് അവരുടേതായ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. അവർ പാരമ്പര്യത്തിലും ആചാരത്തിലും കുടുങ്ങിക്കിടക്കുന്നവരാണ്. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ദുശീലങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു. അവരുടേതായ കുറേ ആചാരങ്ങളും ഒക്കെ ആയിട്ട് അടിപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഗോത്രവർഗ്ഗക്കാർ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ ചില സാമൂഹ്യ പ്രശ്നങ്ങൾ താഴെ പറയുന്നവയാണ്. അവരുടെ സാമൂഹ്യ പ്രശ്നം എന്ന് പറയുമ്പം ഗോത്രവർഗ്ഗക്കാർ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രശ്നമാണ് നിരക്ഷരത. അവർക്ക് അറിവില്ല, വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ല. അവർക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ല. ഗോത്രവർഗ്ഗക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിരക്ഷരതയാണ്. അവരുടെ പിന്നോക്ക അവസ്ഥയ്ക്കുള്ള കാരണം അതുതന്നെയാണ്. അതുകൊണ്ട് അവരുടെ അവകാശങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ പിന്നോക്കമായിട്ട് സമൂഹത്തിൽ അവർ പുറന്തള്ളപ്പെടുന്നു. പിന്നെ ആരോഗ്യവും പോഷകാഹാരവും. ഗോത്രവർഗ്ഗക്കാർ പൊതുവെ ആരോഗ്യവാന്മാരാണ്. എന്നാൽ നിരന്തരമായ അണുബാധ കാരണം അവർക്ക് രോഗം പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രാകൃതമായ ജീവിത രീതി, ശുദ്ധജലത്തിൻ്റെ അഭാവം, കുളിക്കാൻ പോലും വെള്ളത്തിൻ്റെ ക്ഷാമം, പിന്നെ മന്ത്രവാദം, ആഭിചാര പ്രവൃത്തികൾ എന്നിവയിലുള്ള വിശ്വാസം, ഇതൊക്കെ കൊണ്ടാണ് ഇവരുടെ ആരോഗ്യം ക്ഷയിക്കുന്നു. പോഷകാഹാരങ്ങളൊന്നും ഇവർക്ക് ലഭിക്കാതെ വരുന്നു. പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ. ഇന്ത്യയിൽ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സമൂഹമാണ് ഗോത്രവർഗ്ഗക്കാർ. അവർ കാട്ടിലാണ് താമസിക്കുന്നത്. ഭക്ഷണം ശേഖരിക്കൽ, വേട്ടയാടൽ, മീൻപിടുത്തം എന്നിവയാണ് ഇവരുടെ ഉപജീവന മാർഗം. അതുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരിയേറെ സാമ്പത്തിക പ്രതിസന്ധി. അവർ കാട്ടിനകത്തുള്ള വിഭവങ്ങൾ മാത്രമാണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ദാരിദ്ര്യവും കടബാധ്യതയും. ദാരിദ്ര്യമാണ് കടബാധ്യതയ്ക്ക് കാരണം. ഭൂരിപക്ഷം ഗോത്രവർഗ്ഗക്കാരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. അവരെ കൃഷിയും നായാട്ടും അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഭക്ഷണം സ്വീകരിക്കലും ഇതൊക്കെയാണ് ഇവരുടെ രീതികൾ. പിന്നെ ഭൂമി കുടിയൊഴിപ്പിക്കൽ. ഗോത്രവർഗ്ഗക്കാരുടെ ഒരു പ്രധാന സാമ്പത്തിക പ്രശ്നം അവരുടെ ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അവർ താമസിക്കുന്നിടത്ത് നിന്ന് പരിഷ്കാരികൾ എന്ന് പറയപ്പെടുന്ന നമ്മളെപ്പോലുള്ള ആളുകളെ പോയി കുടിയൊഴിപ്പിച്ച് അവിടെ കയ്യേറുന്നു. അവരുടെ പ്രദേശങ്ങളൊക്കെ കയ്യേറുന്നു. അവരെ ചൂഷണത്തിന് വിധേയരാക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. സ്ഥിരമായ വിപണിയുടെ അഭാവം. ഗോത്രവർഗ്ഗക്കാരുടെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് അവർക്ക് മാർക്കറ്റുകൾ കിട്ടാതെ പോകുന്നു, വിപണികൾ ഇല്ലാതാകുന്നു.
അതിനാൽ അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ ആണെങ്കിൽ വില കുറച്ച് മേടിക്കുന്നു. അവർ തേനും മറ്റ് കായ്കനികളും ഒക്കെ കൊണ്ടുവരുമ്പോൾ അതൊക്കെ ആണെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾ വളരെ വില കുറച്ച് അവരിൽ നിന്ന് തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. തൊഴിലില്ലായ്മയും ജോലി സ്ഥിരതയില്ലായ്മയും. ഗോത്രവർഗ്ഗക്കാർക്ക് തൊഴിലില്ലായ്മ വ്യാപകമാണ്. കൊല്ലം മുഴുവൻ തൊഴിൽ നൽകാൻ സാധിക്കാത്തത് കൊണ്ട് അവർ ഒട്ടും സംതൃപ്തരല്ല. അവർക്ക് ഒരു വർഷം മൊത്തമൊന്നും ജോലികൾ ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവർ അതിലൊന്നും തൃപ്തരല്ല. ബാങ്കിങ് സൗകര്യങ്ങളുടെ അപര്യാപ്തത. ഗോത്രവർഗ്ഗ മേഖലകളിൽ ബാങ്കിങ് സൗകര്യം വിരളമാണ്. അവർക്ക് ഇങ്ങനെ അവർ അധ്വാനിക്കുന്ന പൈസ ശേഖരിച്ച് വെക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും അവർക്ക് അറിവില്ല. അതുപോലെ തന്നെ അവർക്ക് ബാങ്കിങ് സൗകര്യങ്ങളുമില്ല. അവർ പണത്തിന് ഭൂമി പണയം വയ്ക്കുകയും അമിത പലിശ കാരണം പിന്നീട് അത് വീണ്ടെടുക്കാതെ ഭൂമി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അവർ പലിശയ്ക്ക് ഭൂമിയൊക്കെ ആണെങ്കിൽ പലിശയ്ക്ക് കൊടുക്കുന്നു. എന്നിട്ട് അവർക്ക് അത് തിരിച്ചെടുക്കാനായിട്ട് നിവൃത്തിയില്ലാതെ വരികയും ചെയ്യുന്നു. അവർക്ക് എല്ലാത്തിനെക്കുറിച്ച് ഒരു അജ്ഞതയുണ്ട്, അറിവില്ലായ്മയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മതപരമായ പ്രശ്നങ്ങൾ. ഗോത്രവർഗ്ഗക്കാരുടെ മതസങ്കല്പം അങ്ങേയറ്റം പ്രാകൃതമാണ്. അവർക്ക് നമ്മുടെ രീതിയിലുള്ള മതവിശ്വാസങ്ങളെല്ലാം അവരുടെ ഇന്നും പ്രാകൃതമായ പഴയ രീതിയിലുള്ള വിശ്വാസങ്ങളാണ് അവരിൽ നിൽക്കുന്നത്. ഗോത്രവർഗ്ഗക്കാർ ഹിന്ദു മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും മാറിയപ്പോൾ അവരുടെ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടു. ഇത് ദീർഘകാലമായി തലമുറയായി പിന്തുടരുന്ന കൂട്ടായ്മ ഇല്ലാതാക്കി. ഇത്രയൊക്കെയാണ് ഗോത്രവർഗ്ഗക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളതും എളുപ്പമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാ കുട്ടികളും നന്നായിട്ട് വായിച്ച് പഠിക്കുക.